ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എൻ്റെ ആന്തൂറിയൻ ചെടിയുടെ കളക്ഷനാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇന്നലെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയാണ് ഞാൻ. അപ്പോൾ നമുക്ക് ഒന്ന് കണ്ടു നോക്കാം. ആന്തൂറിയൻ ചെടി എപ്പോഴും ഫ്ലവർ ഉണ്ടാവാൻ എന്താ ചെയ്യുന്നത്, അതിൻ്റെ പോട്ടിംഗ് മിക്സ് എന്താ, എങ്ങനെ ചോദിക്കാറുണ്ട്. ആന്തൂറിയും ഓർക്കിഡും മാത്രമാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഫ്ലവർ പ്ലാന്റുകളായിട്ട് സെയിൽ ചെയ്യുന്നത് കേട്ടോ. ആന്തൂറിയം ചെടികളെല്ലാം ഞാൻ എൻ്റെ കളക്ഷനൊക്കെ മൺചട്ടിയിലാണ് നട്ടിട്ടുള്ളത് കേട്ടോ. മൺചട്ടിയിൽ നടുന്ന സമയത്ത് ഞാൻ അടിഭാഗത്ത് നല്ല കരിക്കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് അതിന് മുകളിൽ നമ്മൾ അഗ്ലോണിമ നടുന്ന പൊട്ടി മിക്സ് തന്നെയാണ് ചേർത്തിട്ടുള്ളത്. ചാണകപ്പൊടി, ചകിരിച്ചോറ്, എല്ലുപൊടി, വെർമിക്കുലേറ്റ്, പെർലൈറ്റ്, അതുപോലെ മണ്ണും കൂടെ ചേർത്തിട്ടാണ് ഞാൻ ആന്തൂറിയം നടാറുള്ളത്. അല്ലാതെ ചകിരിയും അങ്ങനെയൊന്നും ഞാൻ നടാറില്ല കേട്ടോ. അതുകൊണ്ട് എൻ്റെ ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നുണ്ട്. ആന്തൂറിയം ചെടികൾ നമ്മൾ സെയിലിന് തയ്യാറാക്കി വെക്കുന്ന പ്ലാന്റുകൾ ഒരു പ്ലാന്റ് വാങ്ങുന്നവർക്ക് ഇങ്ങനെയാണ് അയച്ചു കൊടുക്കുക. എല്ലാ ചെടികളിലും ഫ്ലവർ ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ ഹൈബ്രിഡ് ആന്തൂറിയത്തിൽ പെട്ടതാണ്. ഇതൊരു വെറൈറ്റി കളറാണ്, വിരിയുന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ വൈറ്റ് കളർ നമ്മുടെ കയ്യിലിപ്പോൾ സെയിലിനുണ്ട്. അതുപോലെ റെഡും യെല്ലോ ഫെഡക്സും ഉണ്ട്. പിന്നെ ഇത് നല്ല ഭംഗിയുള്ളൊരു ആന്തൂറിയാണ്. ഇത് ഹൈബ്രിഡാണ്. പിന്നെയുള്ളത് ഇത് ഈ ഒരു കളറാണ് കേട്ടോ. നല്ല റെഡും അതിൽ ഫെഡക്സ് വേറെ. ഇത് യെല്ലോ കളറാണ്. ഇനിയുള്ളത് വയലറ്റ് റൗണ്ട് പൂക്കളാണ്. പിന്നെ വരുന്നത് ഓറഞ്ചാണ്. ഇത് വീഡിയോയിൽ ഇങ്ങനെ കാണുന്നതാണ് ഓറഞ്ച് കളറ്. ഇതുപോലെ ഒരുപാട് പൂക്കൾ വിരിഞ്ഞ് നല്ല ഹെൽത്തിയോടെ നിൽക്കാൻ ഞാൻ ചെയ്ത ആ പോട്ടിംഗ് മിക്സ് ചെയ്ത് നോക്കിയാൽ ബെറ്റർ ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. പിന്നെ ആന്തൂറിയം ചെടി നടുമ്പോൾ എപ്പോഴും മൺചട്ടിയാണ് അതിന് എനിക്ക് ഉത്തമമായിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ നമ്മളെപ്പോഴും ചെടികൾക്ക് ചാണകപ്പൊടിയും എല്ലുപൊടിയൊക്കെ ഇടക്ക് അതിൻ്റെ മുകളിൽ നമ്മൾ മണ്ണ് ഇട്ടതിൻ്റെ മുകളിൽ ഇങ്ങനെ കുറേശ്ശെ വെതറി കൊടുക്കുകയൊക്കെ ചെയ്യണം. വളം ചെല്ലുമ്പോഴാണല്ലോ ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നത്. ഇതെല്ലാം ഓരോ പോട്ടിൽ 2-3 തൈകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഓരോ തൈകളായിട്ടും 2 തൈയായിട്ടും കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അടുത്തത് നിറയെ പൂക്കളുള്ള ഒരു ലൈറ്റ് പിങ്കാണ് കേട്ടോ. ഈ പൂക്കൾക്കൊരു വ്യത്യാസമുണ്ട്. പിന്നെ അതുപോലെ ലീഫുകളും നല്ല ഒരു നീളൻ ലീഫാണ്. അതിൻ്റെ ഡാർക്ക് പിങ്കാണിത്. അതിൻ്റെ പൂവിനും ഒരു വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ലീഫുകളും നല്ല ഭംഗിയാണ് കേട്ടോ. ഇത്രയൊക്കെ കളക്ഷനാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ സെയിലിനുള്ളത് കേട്ടോ. ഇതിൻ്റെ ഓരോ തൈയാണ് കൊടുക്കുന്നത്. 2 തൈ വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സെയിലിന് റെഡിയാക്കിയിട്ടുള്ള ചെടികൾ, ഈ ചെടികളിൽ ഏതാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്ന് വെച്ചാൽ ആ ഒരു ഫ്ലവറിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് മുകളിൽ കാണുന്ന ഈ ഒരു വാട്സപ്പ് നമ്പറിൽ നമുക്ക് സെൻഡ് ചെയ്ത് തന്നാൽ മതി. ഓരോ പ്ലാന്റിനും 230 രൂപയാണ് കേട്ടോ. 2 പ്ലാന്റ് എടുക്കുമ്പോൾ 450 കൊടുക്കുന്നതാണ് കേട്ടോ. ഇത്രയൊക്കെ കളക്ഷനാണിപ്പോൾ നമ്മുടെ കയ്യിൽ സെയിലിനുള്ളത്. റെഡിൽ തന്നെ പല വെറൈറ്റീസും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് വെച്ചാൽ നോക്കി അതിനനുസരിച്ച് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം. ഇനി നമുക്ക് അഗ്ലോണിമ ചെടികൾ ബാക്കിയുള്ളത് കണ്ടു നോക്കാം കേട്ടോ. സ്റ്റാർ ഡസ്റ്റ്, അതുപോലെ ഇതൊരു വെറൈറ്റി പ്ലാന്റാണ്, ഭംഗിയുള്ള പ്ലാന്റാണ്. പിന്നെ ഇത് കൊച്ചിൻ പിങ്കിൻ്റെ വലിയൊരു പ്ലാന്റാണ്. പിന്നെ ഉള്ളത് അന്തിനിയുടെ ചെടിയാണ്. പിന്നെ നമ്മുടെ 10 ക്യാരറ്റ് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ അവൈലബിളാണ്. ഇത് സിയാം പാരഗണിൻ്റെ നല്ല ഹെൽത്തി ആയ പ്ലാന്റാണ്. പിന്നെ മദർ പ്ലാന്റാണ് സിയാം ഗോൾഡിൻ്റെതുള്ളത്. അടുത്തത് ഗോൾഡൻ പാന്തറിൻ്റെ വലിയ പ്ലാന്റാണ് കേട്ടോ. പിന്നെ ഉള്ളത് ബ്ലാക്ക് ഈത്രമാര പ്ലാന്റാണ്, ഹെൽത്തി ആയ പ്ലാന്റാണ്. ഇനി മെഹ്റ മെറൂണിൻ്റെ നല്ല അടിപൊളി കളറുള്ളൊരു പ്ലാന്റാണ്. പിന്നെ ഉള്ളത് റെഡ് വാലൻറ്റൈൻ ആണ്. പിന്നെ നമ്മുടെ വെറൈറ്റി ആയ ഈ ഒരു കലാത്തിയ 2 തൈകളാണ് ഇതിലുള്ളത്. പിന്നെ ഉള്ളത് ഇതിലും 2 തൈകൾ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ കയ്യിൽ പീച്ച് അഗ്ലോണിമ കുറച്ച് ബാക്കിയുള്ള എല്ലാം തീർന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉള്ളത് ഇതാണ്. പിന്നെ നമ്മുടെ ലെഗസിയുടെ ഗ്രീൻ വെറൈറ്റി കയ്യിലുണ്ട്.
അത് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. പിന്നെ ഈ ടേബിൾ പാമും ഇപ്പോൾ നമുക്ക് സെയിലിന് വന്നിട്ടുണ്ട്. അതുപോലെ ഈ ഒരു കലാത്തിയ 2-3 തൈകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഹെങ്ങിൻ്റെ ഗ്രീൻ നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. പിന്നെ ഉള്ളത് ലെഗസിയുടെ ബ്ലാക്ക്, അതുപോലെ തന്നെ പിങ്ക് ഡയമണ്ട്, റെഡ് വാലൻറ്റൈൻ്റെ ബുഷി ആയിട്ടുള്ളത് ഒക്കെ നമ്മുടെ കയ്യിൽ സെയിലിനുണ്ട്. ഇത് ഗ്രീൻ എമറാൾഡിൻ്റെ നല്ല ബുഷി ആയിട്ടുള്ള അടിപൊളി തൈയാണ് കേട്ടോ. പിന്നെ വന്നിട്ട് 10 ക്യാരറ്റിൻ്റെ കളർഫുൾ ആയിട്ടുള്ള ഒരു പ്ലാന്റാണിത്. ഇതും നമ്മുടെ സെയിലിന് റെഡിയാണ്. അതുപോലെ തന്നെ 2 തൈകൾ വരുന്ന അടിപൊളി പ്ലാന്റാണിത്. ഓരോ ചെടിയുടെ റേറ്റും ഞാൻ അതിൻ്റെ സൈഡ് ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. ചെറിയ പ്ലാന്റുകൾ നമ്മൾ സെയിൽ ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റുകളുടെ സ്ക്രീൻഷോട്ട് അയക്കുക. പിന്നെ DTDC കൊറിയർ സർവീസ് വഴിയും പോസ്റ്റ് സർവീസ് വഴി നമ്മൾ ഇപ്പോൾ ചെടികൾ അയക്കുന്നുണ്ട് കേട്ടോ. സ്പീഡ് പോസ്റ്റ് വഴിയാണ് അയക്കുന്നത്. വാങ്ങിക്കൊണ്ടുവരാൻ ആളില്ലാത്തവർക്ക് മാത്രമാണ് നമ്മൾ സ്പീഡ് പോസ്റ്റ് അയച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനിയും പുതിയ പുതിയ വീഡിയോസുമായി വരുന്നത് വരെ പ്രിയമുള്ളവർക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ.